ലോകമെമ്പാടുമുള്ള കേരളയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി കേസഫി ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. വീറോടും വാശിയോടും കൂടിയ രണ്ടുപേരുടെ മത്സരം കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ബാക്കി രണ്ടുപേര് കുക്ക് ചെയ്യാനുണ്ട്. റെഡി അല്ലേ? റെഡി. അതിനു മുമ്പ് നമുക്ക് വാമപ്പ് ചെയ്യണ്ടേ? ഇനി വാമപ്പ് വേണോ? അവരൊക്കെ ഇങ്ങനെ ഭയങ്കര എനർജി ഇല്ല, വാമപ്പ് വേണം. വേണോ? പുഷപ്പ് സെറ്റ് എടുത്താലും പുഷപ്പ് എല്ലാവർക്കും കൂടെ. പിന്നെന്താ? നവീനും വിഷ്ണു. ഓക്കെ, എനിക്ക് ഒരുപാട് എടുക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല, ഇഞ്ചേർഡ് ആണ്. പക്ഷെ ഞാനൊരു 10 പുഷപ്പ് എടുക്കും. അത് ഇവിടെ ഉള്ള ആരെങ്കിലും തോപ്പിച്ചു കഴിഞ്ഞാല് ഫൈൻ. ഓക്കെ ആണോ? ചലഞ്ചാണ്. ഞാൻ ജസ്റ്റ് ഒരു 10 പുഷപ്പ് എടുക്കുള്ളൂ. അത് തോപ്പിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ആ ചലഞ്ച് അങ്ങനെയല്ല, ഞാൻ അത്രയൊന്നും എടുക്കൂല. അല്ലല്ല, 10 വേണ്ട, 5 അടിക്കും. 5 തോപ്പിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ല, പുള്ളി എടുക്കാൻ പോണ പുഷപ്പ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കട്ടെ. ചലഞ്ച് ഏറ്റെടുത്താലേ പറ്റുള്ളൂ. ഏറ്റെടുത്തിരിക്കുന്നു. ഇല്ല, ചലഞ്ച് ആരും ഏറ്റെടുക്കുന്നു. ഞാൻ എടുക്കണം. ട്രൈ ചെയ്യണം. വേറെ ആരൊക്കെ ട്രൈ ചെയ്യും? ഓക്കെ, ചലഞ്ച് അനീഷേട്ടനെ ഏറ്റെടുക്കുന്നു. പക്ഷെ വേറെ കുറച്ചും കൂടി ട്രൈ ചെയ്യാനും കൂടി വേണം. അത് 5 പറഞ്ഞത്. അനീഷേട്ടൻ ചലഞ്ച് ഏറ്റെടുക്കുന്നു. പക്ഷെ എനിക്ക് നവീൻ ചേട്ടനും അല്ല ആദ്യം ഒന്ന് കാണിക്കുക എങ്ങനെയാ. ഇല്ല, അല്ല, ഈ 5 എടുക്കുന്ന പറയുമ്പോ നമുക്ക് ചിലപ്പോ ചിന്തിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. അല്ല, നോക്കട്ടെ. കാണിക്കുവോ? രണ്ട് കൈ എന്റെ വിഷ്ണു. ഒരുപാട് എടുക്കാൻ പറ്റത്തില്ല. എൽബോ. ഓക്കെ, ഞാനൊരു ഫിംഗറിലെടുക്കാം. ഓക്കെ, 2 വേണ്ട, 3 ഫിംഗേഴ്സിലാണ്. ഓക്കെ, ഓക്കെ, ഇത് ഞാൻ സീസൺ 3ക്ക് സമർപ്പിക്കുന്നു. 3 ഫിംഗർ പുഷപ്സ്. ഇത് സീസൺ 10 വേണ്ടി സമർപ്പിച്ചു. ഇതേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അനീഷേട്ടനെയും നവീൻ ചേട്ടനെയൊക്കെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ എടുത്താടി ഒന്നും ചെയ്തു. ഞാനൊരു വേറൊരു ഇതിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ചെയ്യാം. ഇത് പത്മാസനം. ഇരിക്കാം. പക്ഷെ അത് ട്രൈ ചെയ്തോളാം. തൊട്ടിലാട്ടി വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ അതാരും കേട്ടില്ല. സെക്കൻഡ് ഹാൻഡ് പീസാണ്. വാമപ്പ് ഇങ്ങനെ ആയി മാറി കേട്ടോ. അടുത്തേക്ക് പോവുകയാണ്. ഞാൻ ട്രെയിൻഡ് അല്ല, പക്ഷെ സീസൺ 3ക്ക് വേണ്ടി എന്റെ 3 പേര് വിട്ടുവീഴ്ചയില്ല. എന്റെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അഭിനന്ദനമുണ്ട്. ഇനി നമുക്ക് വേണ്ടി രമണ ഗോതയിലോട്ട് നവീൻ ചേട്ടൻ കറക്റ്റ് വെച്ചോളൂട്ടോ. ഞാൻ ആദ്യമായിട്ടാ ചെയ്യണത്. ഈ ഇങ്ങനെ ഈ വിരലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യണത് ഷൂസ് ഒക്കെ അത് കുഴപ്പമില്ല.
ആരോഗ്യപരമായ ഒരു വാമപ്പ് കഴിഞ്ഞു. അയ്യോ സത്യം, ഞാൻ വാമപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാവ അനീഷേട്ടൻ. അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്ത അനീഷേട്ടനല്ലേ. അഭ്യാസമുറ ഏറ്റവും കൂടുതൽ അനീഷേട്ടൻ. അഭ്യാസമുറ ഏറ്റവും കൂടുതൽ. മതി മതി, നമുക്ക് ഇനി അടി ഒന്ന് അല്ല അതല്ല, അഭ്യാസമുറ ഏറ്റവും കൂടുതൽ അനീഷേട്ടനാണ് കാണിച്ചത്. അതെ, അഭ്യാസം കൂടുതൽ കാണിച്ച അനീഷേട്ടൻ പാവം. അഭ്യാസം കുറേന്നൊക്കെ മാറ്റി അഭ്യാസം കൂടുതൽ കാണിക്കണം. അപ്സര ഇത് ചെയ്തെന്ന് മാത്രമുള്ളതല്ല, നമ്മളൊരു ചലഞ്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് ആ പ്രോപ്പർ രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നതും കൂടി വലിയൊരു കൈയടി അറിയിക്കും. തീർച്ചയായും വലിയ സന്തോഷം. പക്ഷേ പുള്ളി ചലഞ്ച് ഏറ്റെടുത്ത് മാത്രമല്ല അതിഗംഭീരമായിട്ട് അനീഷേട്ടനും നവീൻ ചേട്ടനും നവീൻ ചേട്ടൻ. ദീപൻ ചേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദീപന് മറ്റേ ഊഞ്ഞാലാടിയല്ലോ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ശരി, അപ്പൊ എന്തായാലും നമ്മൾ ഇന്നിപ്പോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് രണ്ടുപേരുടെ പെർഫോമൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് അല്ലേ? അതെ, രണ്ടുപേരുടെ കുക്കിംഗ് ആയിരിക്കും. ശരി, റെഡി. ഹലോ. ഹലോ. 36 വർഷമായി അല്ലേ? 36 കൊല്ലായടാ. എന്നെ കണ്ട വല്ല അംബാസഡറോ ടാറ്റ സുമോ എന്ന് പറഞ്ഞാൽ ബെൻസെന്ന് വിളിക്കൂല. എന്തായി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ഇന്ന് കുറച്ച് ഇംഗ്ലീഷ് ഗ്രീക്ക് സ്റ്റൈലിലാണ്. അല്ല, എന്നാണ് അങ്ങനെ അല്ലാത്തത്? അല്ല, വേറെ സമയത്ത് നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യം പോവാം. പ്രാവശ്യം നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ആൾക്കാർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഹാഷ് ബ്രൗൺ ആണ്. US ലും UK ലൊക്കെ ഹാഷ് ബ്രൗൺ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. ഹാഷ് ബ്രൗൺ ഉണ്ടാക്കാം. അതിന് ബിപ്പ് ഗ്രീസ് എന്നാണ്, അതിന് സഡ്സിക്കി എന്ന് പറയും. സഡ്സിക്കി. അപ്പോൾ ആ ഒരു ഡിപ്പും പിന്നെ അതിൻ്റെ കൂടെ സണ്ണി സൈഡപ്പും ഒരു സണ്ണി സൈഡപ്പുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാലും ഈ ഡിഷിന് ഒരു പേരുണ്ടാവുമല്ലോ. സഡ്സിക്കി served with hash browns. സജിക്കി Served with hash browns. മനസ്സിലായി. നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും പറഞ്ഞായിരുന്നു ഈ പേര്? ചോദിച്ചായിരുന്നു. അല്ല, കൂടെ ഉള്ള ആളെ കണ്ടില്ല. ഒറ്റയ്ക്കുള്ളൂ. അയ്യോ, അത് പറയും പോലെ. അല്ല, ഈ പേര് കേട്ടു. ഈ പേര് പറയാൻ നമുക്ക് അറിയില്ല. അവിടെ പഠിച്ചോണ്ടിരിക്കുക. ഈ പേര് അവിടെ നിന്ന് ഇല്ല, അപ്പൊ എന്തായാലും കുക്കിംഗ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒളിച്ചിരുന്ന് പഠിക്കുക. അതന്നെ, മനഃപൂർവ്വം. ഡിഷിന്റെ പേരെന്താ പറഞ്ഞേ? സജിക്കി. അല്ല, എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പേര് കേൾക്കണം. Tzatziki with hash browns. Tzatziki with hash browns. Good. ഹാഷ് ബ്രൗൺ. Nice. ഹാഷ് ബ്രൗൺ. ശരി, അപ്പോൾ നടക്കട്ടെ. ഇത് എന്തൊക്കെയാ ചേർക്കുന്നതിനകത്ത്? ഇത് കോൺഫ്ലവർ ഉണ്ട്, മൈദ ഉണ്ട്, ചീവി, അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞ പൊട്ടാറ്റോ ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പാപ്രിക്ക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചീസ്. ചീസ് കിട്ടും. ചീസ് കിട്ടും. അപ്പോൾ നടക്കട്ടെ, കാര്യം നടക്കട്ടെ. ഞാൻ അപ്പുറത്തൊക്കെ ഉള്ളവർ എന്താ അയലോക അല്ല, ഈ പേരൊന്ന് മറ്റേ കക്ഷിയോടും കൂടി ഒന്ന് ഇല്ല. പറഞ്ഞു. ഞാൻ ഇനി ചെല്ലുമ്പോഴേ അവിടെ ഉണരൂ. ഏതോ എവിടെയോ ഒളിച്ചിരുന്ന് ബോധം കെട്ടി കിടക്കായിരിക്കും. അല്ല, ഇത് പക്ഷേ ഇനി അഥവാ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്സര എന്നോട് ചോദിക്കുകയാണ് അവിടെ എന്താ ഏട്ടാ വിഭവം എന്ന് വെച്ചാൽ ഞാനെന്ത് പറയുന്നത്? ഞാനല്ല സജിക്ക് ജയ്. സജിയുടെ ജയ്. സജിയുടെ ജയ്. അപ്പോൾ നടക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ അപ്പുറത്ത് പോകാം. ശരി. നമുക്കിനി എഗ്ഗ് ആഡ് ചെയ്യാം. ഒരു സിംഗിൾ എഗ്ഗ് അത് പൊട്ടിച്ചിടാം. ഓക്കെ. ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്കൊരു ഉണ്ണാക്കും അറിയില്ല. ഓയിൽ ഏത് ഓയിൽ? അപ്പോൾ ഇവിടെ ഹാഷ് ബ്രൗൺ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹാഷ് ബ്രൗൺ ഫ്രൈ ആവുന്നത് ഒരു 7 to 8 മിനിറ്റ് വരെ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ ക്രിസ്പാവും. പിന്നെ ഒന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ല ഒരു ടേസ്റ്റ് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ സജിക്കിയിലേക്ക് നീങ്ങിയാൽ ഇതിൽ വെള്ളരിക്ക ഫുള്ളായിട്ട് ചീവി അതിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സോളിഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഹങ് കേർഡാണ് യൂസ് ചെയ്യുന്നത്. ഹങ് കേർഡ് എന്ന് പറയുമ്പോൾ തൈരിലെ വെള്ളം മുഴുവൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹങ് കേർഡ് എന്ന് പറയും. ഒരു ഗ്രീക്ക് ഡിഷാണ്. അതിലേക്ക് പോകാം. അതിൽ ഡില്ലിട്ടു, ഒരു നുള്ളു പെപ്പർ ഇട്ടു, പിന്നെ തേൻ ഒഴിച്ചു. ഒഴിച്ചില്ല, ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ.
പിന്നെ കുറച്ച് പപ്രിക്ക, അത് മതിയോ? ഒരു നുള്ളു. അത് മതിയാ? ഇതാണ് ഇതിൻ്റെ ഡിപ്പ്. സജീക്കി എന്ന് പറയുന്നത് ഗ്രീസിൽ ഇങ്ങനെയാണ് കഴിക്കുന്നത്. തൈരിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞ് ഹൺകേർഡ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ വെള്ളരിക്കയുടെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഡില്ല്, പെപ്പർ, ഹണി, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാണ്. അത് ഹാഷ് ബ്രൗൺ ചേർത്താണ് കഴിക്കുന്നത്. ഇത് ഫ്രൈ ആയിട്ടില്ല. തീ കൂട്ടും. ഏയ് അങ്ങനെ നമ്മുടെ ആയിരിക്കാണ് സാധനം. മഴ പാടും കുളിരായി പാട്ടോട്ടാ. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരു മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തനിയായി നാം. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ. കഴിവതും വെള്ളമില്ലാതെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ക്രിസ്പ് കിട്ടാം. ഞാൻ ഈ കുക്ക് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണെന്നറിയാം? മിനോൾട്ട. മിനോൾട്ട അറിയാ? മിനോൾട്ട നല്ല കേട്ടോ, എണ്ണ അധികമൊന്നും വേണ്ട. ഇതോ കണ്ട. അപ്പം നമ്മൾ 2 വിഭവം ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട്. സണ്ണി സൈഡ് അപ്പം. സോറി, സണ്ണി സൂര്യൻ സൈഡ് എങ്ങനെ ഇരിക്കും? സൂര്യൻ എങ്ങനെ ഇരിക്കും? സൂര്യൻ എങ്ങനെ ഇരിക്കും? മഞ്ഞ കളർ റൗണ്ട് അപ്പോൾ നല്ല ശോഭിച്ചിട്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വേകാത്ത സൂര്യനെ പോലെ ഇരിക്കുന്ന മഞ്ഞ ഭാഗം മേളിലിരുന്നാൽ സണ്ണി സൈഡ് അപ്പ്. ഓ, അപ്പ്. അതാണ് ബുൾസ. നമ്മുടെ ഇവിടെ നാട്ടിൽ പറയുന്ന ബുൾസൈ. ബുൾസായി എന്ന് പറയുന്നത് കാളയുടെ കണ്ണ് പോലെ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്നെ നോക്കൊന്നും വേണ്ട, എൻ്റെ നല്ല ഭംഗിയിലെ കണ്ണാണ്. അതുകൊണ്ടാണ് ബുൾസായി എന്ന് പറഞ്ഞത്. അല്ല, എല്ലാവരും പറയും എൻ്റെ കണ്ണ് വലിയ കണ്ണാന്ന്. അത് പറയും. ഭംഗിയല്ലേ ചേട്ടാ? പിന്നല്ലാതെ പിന്നല്ല. അപ്പോൾ ഈശ്വര നമ്മളെ തന്നാക്കിയത്. കാണാതിരുന്ന നേരമാകെ തനിയായി നാം, മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ. ഓ, ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. അതെ. മഞ്ഞക്കരി വരുമ്പോൾ ഒളിപ്പാട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് പച്ചയിലൊരു മഞ്ഞയും വൈറ്റും. ഈ പിന്നെ പെപ്പർ നല്ലോണം മീൻസ് അധികം ഇടുന്നത് നല്ലതല്ലേ? ചില ഞാൻ കണ്ടിട്ടുണ്ട് ഈ മഞ്ഞയിൽ നിറയെ കുരുമുളക് പൊടി ഇട്ടിട്ട്. അത് ഓരോ ആൾക്കാർ കഴിക്കുന്ന രീതി വെച്ചിട്ട്. അപ്പോൾ സണ്ണി സൈഡ് അപ്പ് ആയി നോക്കാം. എന്തത്? സണ്ണി സൈഡ് അപ്പ്. അപ്പോൾ ഇത് അകത്ത് ഇപ്പം മുണ്ട ആ മഞ്ഞയില്ലേ, മഞ്ഞ വെന്തിട്ടുണ്ടാവില്ല. നമ്മൾ മഞ്ഞ വേകാതെ മാത്രം എടുക്കും. Ready to serve.
Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. താരങ്ങൾ തയ്യാറാക്കിയ വിഭവങ്ങൾ രുചിച്ചതിന്റെ ഫലം പറയാനായിട്ട് പ്രിയപ്പെട്ട ഷെഫ് നളനെ സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. അടിപൊളി. ഹാപ്പി അല്ലേ? അടിപൊളി. ക്രിസ്ത്യൻ്റെയിലേക്ക് പോവാം. ക്രിസ്ത്യൻ വായിപ്പൊട്ടുന്ന പേരൊക്കെ ഇട്ടേ. ആ പേരൊന്ന് വായിച്ചു വായിക്കേ. നാക്കുടക്കം നോക്കാം. തസ്കി വിത്ത് സജിക്കി വിത്ത് ബ്രെഡ് ഒരു മിനിറ്റ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴും അതോ പറഞ്ഞു കൊടുക്കുന്നു കള്ളക്കളി. അയ്യോ ഇത് പരീക്ഷ ആ ഡിഷിനെ പറ്റി നമുക്ക് കണ്ടിട്ട് സംസാരിക്കാം. കഴിച്ചിട്ട് സംസാരിക്കാം. ക്ലാസി പ്രസന്റേഷൻ ആണല്ലേ? ഇതൊരു സ്നാക്ക് ഐറ്റം ആയിട്ടാണോ കൺസിഡർ ചെയ്തിരിക്കുന്നത്? അല്ല, ഹാഷ് ബ്രൗൺ ആണ് സ്നാക്ക്. അപ്പോൾ അതിൻ്റെ ഡിപ്പ് സജിക്ക് ഗ്രീക്ക് ഡിപ്പാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫീൽ അത്രയും ഒരു ടൈം ഉള്ളപ്പം ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സെറ്റിംഗിൽ ചെയ്തു എന്നേ മാത്രം. സ്നാക്ക് ചോദിച്ചപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതെ, പൂ ചോദിച്ചാൽ നമ്മളൊരു പൂക്കാലം കൊടുക്കും. സസിക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറയാം. സജിക്ക് ഹങ്കേർഡിൽ നമ്മുടെ ക്യുക്കമ്പറിൻ്റെ സോളിഡ്സ് മുഴുവനും വെള്ളം മുഴുവനും കളഞ്ഞു, ഉപ്പിട്ട് വെള്ളം കളഞ്ഞ് അതിന് ഫുള്ളായിട്ട് ആ സോളിഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഡില്ല്, ഹണി, പെപ്പർ, പാപ്രിക്ക, കൈൻ പെപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ പാപ്രിക്ക, ലിറ്റിൽ ബിറ്റ് ഓഫ് പെപ്പർ ആൻഡ് സോൾട്ട്, ഇതാണ് സജിക്കിൻ്റെ ബ്ലെൻഡ് വരുന്നത്. പിന്നെ ഗ്രീക്ക് യോഗേർട്ട് എന്ന് പറയുന്നല്ലോ. ഗ്രീക്ക് അല്ലേ, അത് ഹങ്കേർഡ്. അതെ, ഞാൻ ഈ ഗ്രീക്ക് യോഗേർട്ട് എന്താണ് സ്പെഷ്യാലിറ്റി അവർക്ക് അറിയണ്ടേ അല്ലേ? നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ട് എന്താ അറിയണ്ടേ? എന്താണ് ഗ്രീക്ക് യോഗേർട്ട്? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന തൈര് വെള്ളം കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഗ്രീക്ക് കണ്ടന്റിൽ ക്രീം പോലെ അതിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഹങ്കേർഡാണ് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഗ്രീക്ക് യോഗേർട്ടിൻ്റെ ടേസ്റ്റ് ഹങ്കേർഡ്. അല്ല, ഏത് പാലിനെയും കൺസിസ്റ്റൻസി ഭയങ്കര നിർബന്ധമായിരിക്കും. മാത്രമല്ല സസിക്കിയിൽ 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ വേണമെന്നാണ് എനിക്കറിയാവുന്നത്. ഒന്ന്, ബേസിക്കലി സസിക്കി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിപ്പായിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഹാഷ് ബ്രൗൺ എടുക്കുന്നു, അല്ലെങ്കിൽ പീറ്റ ബ്രെഡിൻ്റെ കൂടെയാണ് തജിക്ക് യൂഷ്വലി. ഓക്കെ, നമുക്ക് ഹാഷ് ബ്രൗണിൻ്റെ കൂടെ ട്രൈ ചെയ്യാം. ഹാഷ് ബ്രൗണിൻ്റെ കൂടെ ഇപ്പോൾ ഡിപ്പ് വന്നിരിക്കും. കാരണം ഇപ്പോൾ സ്നാക്ക് എന്നല്ലേ ഇവിടെ സംസാരിച്ചു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ. ആണോ? ആരെങ്കിലും സംശയമുണ്ടോ? സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഡിപ്പിനകത്ത് ബേസിക്കലി എനിക്കൊരു ഗാർലിക് ഫീൽ കിട്ടുന്നില്ല. ഇല്ല, എനിക്കൊരു ടാങ്കിനെസ് വന്നിട്ടില്ല. സസിക്ക് വരുമ്പോൾ ബേസിക്കലി ഒരു ടാങ്കിനെസ് വരണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. ഓക്കെ, സോ ആ ടാങ്കിനെസ് കൊണ്ടുവരാൻ പറ്റില്ല. യൂഷ്വലി ലൈമാണ്, ലൈം സെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും ഐ ഷുഡ് ഗെറ്റ് ദ ടാങ്കിനെസ് എന്നുള്ളതാണ് എൻ്റെ, ബിക്കോസ് യു കോൾഡ് ഇറ്റ് സസിക്കി. സോ കീപ് ദിസ് ആസ് എ ടിപ്പ് ഫോർ യു. ഓൾറൈറ്റ്, താങ്ക് യു. സണ്ണി വൺ സൈഡ് ടോപ്പിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇറ്റ്സ് എ നോർമൽ സണ്ണി സൈഡ് അപ്പ്, ബേസിക് സോൾട്ട് ആൻഡ് പെപ്പർ. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇല്ല. വൈ യു കോൾ ദിസ് പീറ്റ ബ്രെഡ്? പീറ്റ ബ്രെഡ് നല്ല വിളിച്ചു. യൂഷ്വലി സജിക്കി സെർവ് വിത്ത് പീറ്റ ബ്രെഡ്. ഇത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഡിപ്പായിട്ട് വന്നത് കാരണം സജിക്കിൻ്റെ കൂടെ പീറ്റ ബ്രെഡ് ഇല്ല. പീറ്റ ബ്രെഡിൻ്റെ ക്രിസ്പിനെസ് കുറച്ചും കൂടെ. അല്ല, ഇത് നോർമൽ ബ്രെഡാണ്. ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടില്ല? ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോസ്റ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നന്ദി. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഫിംഗർ മുക്കി. അത് ഫിംഗർ ചിപ്സ്. ഇതല്ല, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഫിംഗേഴ്സ് ആണ്. അതും വളരെ നാടൻ സ്റ്റൈല്
കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇത് ഞങ്ങളിത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചെറുകടി പോലെ എന്നാകുമ്പോഴത്തേക്കും ഇത് ആർക്കും പരീക്ഷിക്കാം. ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ബാച്ചിലേഴ്സിന് പരീക്ഷിക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം. അതെ, അതും കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിന് പ്രധാനമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ബ്രെഡ്, ഒരു ഗ്യാസ് അടുപ്പ്, 2 പേര് കുക്ക് ചെയ്യാൻ വേണം. ഇതുപോലെ തല്ലിപ്പൊളിയായിട്ട് 2 പേര് വേണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബ്രെഡ് വേണം, 2 മുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വറ്റൽമുളക്, ചിക്കൻ മസാല, ഉപ്പ്, കറിവേപ്പില, മല്ലിയില, പിന്നെ പ്രധാനപ്പെട്ട വസ്തു ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവളുടെ വീഡിയോ കാണുക. കാരണം റസ്ക് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കുക, എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് അത് പെട്ടെന്ന് കുറച്ച് റിസ്ക് ആണ്. നന്നായിട്ട് നമ്മൾ നിന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അത് ഇത്ര 5-6 മിനിറ്റ് കൈ ഇങ്ങനെ അനക്കാതെ ഇളക്കണം. കൈ നിർത്താതെ ഇളക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം കുറച്ച് വിശ്രമമാവാം, എന്നിട്ട് നമ്മുടെ എന്താണ് ആദ്യം വേണ്ടത്? ആദ്യം വേണ്ടത് പാനിലേക്ക് ആദ്യം നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യാം. ബ്രെഡ് കട്ട് ചെയ്തോ. അപ്പൊ ഞാൻ പാൻ എടുക്കാം. അതല്ല നമ്മൾ ചൂടാക്കേണ്ട കേട്ടോ. നമ്മൾ ചൂടാക്കേണ്ടത് അല്ല, ഇത് ചൂടാക്കല്ല, വെക്കാൻ തലയിലാണിട്ട്. തലയിലെടുത്ത് വെക്കത്. ഈ ബ്രെഡ് നമ്മൾ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 3 ബ്രെഡ് വിഷ്ണു കാണിക്കുന്ന പോലെ അല്ല കട്ട് ചെയ്യേണ്ടത്. 3 ബ്രെഡാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് 3 ബ്രെഡ് വെച്ചിട്ടുള്ളത്. പ്രത്യേകത കൂടിയുണ്ട്. ബ്രെഡ് പൊടിഞ്ഞു പോവാത്ത ബ്രെഡ് ആണ് എടുക്കേണ്ടത്. അതെങ്ങനെ പൊടിഞ്ഞു പോണ ബ്രെഡും പൊടിഞ്ഞു പോവാത്ത ബ്രെഡും അത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ചളിങ്ങ കവർ എടുത്തിട്ട് ഇടിച്ചു നോക്കണം. പൊടിഞ്ഞില്ലെങ്കിൽ പൊടിയാത്ത ബ്രെഡ്. ഓക്കെ, ഇത് 3 പീസായിട്ട് ഒരു ബ്രെഡിന് നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടി ഓരോന്നോരോന്നായിട്ട് അരിയണ്ട. ഇതേപോലെ ഈ ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഇങ്ങനെ അരിഞ്ഞു വരുമ്പോഴത്തേക്കും കൈ തെന്നിപ്പോവുകയോ കൈ മുറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അല്ല, ശ്രദ്ധിക്കണം ഗൈസ്. ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, ഗർഭിണികൾ ഈ വീഡിയോ കാണുന്നത് സൂക്ഷിച്ചു വേണം. അടിക്കൂടെ എഴുതി വിടണം, ഇത് എഡിറ്റർ അടിക്കൂടെ എഴുതി വിടണം. ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, ഗർഭിണികൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. എന്റെ പൊന്നു, ഇവന്റെ മസിൽ പവർ വെച്ചിട്ട് ഇവ നെക്കി കൊല്ലും. അതിനെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാം. ഇവന് സോഫ്റ്റ് ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ 3 പീസ് എടുത്തിരിക്കുവാണ്. എന്താ ഒരു പീസ് ഇങ്ങനെ വരും, ഒരു പീസ് അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ മറ്റേ പീസ് എങ്ങനെ വരും? മറ്റേ പീസ് ഇങ്ങനെ വരും. അപ്പൊ ഈ പീസുകൾ ഇങ്ങനെ വരുന്ന വിധം ആണ് മുറിക്കേണ്ടത്. മുറിച്ച വസ്തുക്കൾ മാറ്റി വെക്കുക. അത് 5 മിനിറ്റ് അവിടെ തണുത്തിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടാക്കാം. വെള്ളമല്ല, അടുത്ത് നമുക്ക് മുട്ടയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഫോർമേഷൻ ഉണ്ടാക്കാം. We have do the H2O plus 3O please CO2. That. Okay, that. കുക്ക് ചെയ്ത് വലിയ ശീലമൊന്നും ഇല്ലാത്ത വിഷ്ണു കുക്കിങ്ങിൽ പിഎച്ച്ഡി നാദ്രി. ആ വേസ്റ്റ് ബിന്നിങ് അടുത്തോട്ട് വെക്കും. വേസ്റ്റ് ദോഷിച്ചാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് പലവട്ടം പറയാറുണ്ടെന്നുള്ളതാണ്. അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതെ, അച്ഛന് ചീത്തപ്പേരുണ്ടാക്കുന്ന മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുട്ടയിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂണാ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അപ്പോൾ 1 ടീസ്പൂൺ ഇത് ടീയിലിടുന്ന സ്പൂൺ ആയിരുന്നോ? ടീസ്പൂൺ ടീയിലിടുന്നതാണ് ടീസ്പൂൺ പറയണത്. അത് 1 ടീസ്പൂൺ. ചോറിലിടുന്ന കയ്യിൽ നിന്ന് പറയും റൈസ് സ്പൂൺ. ഇതെടുട്ടെ, ഇടൂ, ധൈര്യത്തോടെ ഇടുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലേ? 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. നേരായിപ്പോയോ? ഇല്ല കേട്ടോ. 1/4 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതേപോലെ ഒരു കോലത്തിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളത് പൊടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണ്ട. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് കാലാണോ? ഇത് കാലല്ല, ഇത് കൈയാണ്. പോടുന്നത് 1/4 ടീസ്പൂൺ അല്ലേ? ഈ നിലവാരമില്ലാത്ത തമാശകൾ പറഞ്ഞ് നാദറെ പോലുള്ള ലോ ലെവലുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. അതെ, അടുത്ത് നമ്മൾ ഇത് ബീറ്റ് ചെയ്യണം.
ബീറ്റ് ചെയ്യണം പറയുമ്പോൾ നാദ്ര എന്നെ നേരത്തെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് അടിക്കുന്ന ഒരു കോമഡി അടിച്ചായിരുന്നു, അതല്ല വേണ്ടത്. പിന്നെ അയ്യോ അതിന് മുൻപ് പ്ലീസ് നമ്മളിവിടെ അരിഞ്ഞു വെച്ച നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ഞാൻ ഓൾറെഡി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് പീസ് ആക്കി ഇടണം കേട്ടോ, അതിങ്ങനെ ഇടരുത്, ചെറുതാക്കണം. ഇല്ല ഇതിങ്ങനെ ഇട്ടാൽ മതി. അത് കൈ കൊണ്ടെങ്കിലും കറക്ക്. ഓക്കെ, കറക്കാനോ? ആ, കറക്കാൻ ഇവളാൻ പിടിക്കുക, അവള് കറക്കും. വളയ്ക്കാൻ ഇവൻ മെടക്കന. അപ്പൊ ഓക്കെ, അതിങ്ങനെ പൊട്ടിച്ചിട്ടാ മതി. എന്നാ ഇത് നീ പൊട്ടിക്ക്. പൊട്ടിച്ചോ? പൊട്ടിക്കാൻ എന്താ പടക്കോ? സിമ്പിൾ ഇത് ഇങ്ങനെ ദാറ്റ്സ് ഡു സംതിങ് ബെറ്റർ ദാൻ നെഗറ്റീവ്. ഇങ്ങനെ അങ്ങ് ചുമ്മാ അങ്ങ് ഇട്ടാ മതി. ഗായ്സ്, നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ക്യാമറമാൻ എവിടെ ഇല്ല, പുള്ളി ക്യാമറ വെച്ചിട്ട് പൊക്കളഞ്ഞു. അതെ, ഇത്തരം തമാശകളെ നിലവാരമില്ലാത്ത തമാശ കാരണം ക്യാമറമാൻ ട്രൈപോഡി ക്യാമറ വെച്ചിട്ട് പൊക്കളഞ്ഞു. മതിയായിട്ടില്ല, വിടുക. എനിക്കിഷ്ടമായി ഇങ്ങനെ ഇളക്കിയിട്ടത് പകുതിയായിട്ട് ബാക്കി ഒരാൾക്ക് കൊടുക്കാൻ. കാരണം ഞാൻ ഫുൾ ആക്കൂല. ഇത് ബീറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒരു പാൻ എടുക്കുക, പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ബ്രെഡ് ക്രംസി മുക്കിയിട്ട് ഈ ലിക്വിഡിൽ മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എണ്ണ മുങ്ങാൻ പാകം, എണ്ണയല്ല എണ്ണയിൽ ഇടുന്ന ബ്രെഡ് മുങ്ങാൻ പാകം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുങ്ങുന്നതായിരിക്കും. അതെ, ഇതോടുകൂടി ഇവിടെ നമ്മൾ പറഞ്ഞു വിടുന്നതായിരിക്കും. പിന്നെ അവസാനമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഈ മുട്ടയിൽ മുക്കിയിട്ട് ക്രംസിൽ മുക്കി എണ്ണയിൽ ഇടുക. അത്രേ ഉള്ളൂ, പെട്ടെന്ന് തീരും. ഇവിടെ അങ്ങനെ ഭയങ്കര മണം. ഓ ഉണ്ട്. സ്പെഷ്യലാ. ഇതാണോ ഫസ്റ്റത്തത്? ആദ്യത്തത് ഗണപതിക്കെന്താ വേണേ ഞങ്ങള് കഴിക്കാം. നിർബന്ധമില്ല, ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കി ഉണ്ടാക്കണോ വേണ്ട തീരുമാനിക്കുന്നത്. നമുക്ക് 4 പേർ കൂടെ ടേസ്റ്റ് ചെയ്യാലോ. അല്ല, നമ്മള് ടേസ്റ്റ് ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ. അതാണ് ഷെഫ്. പക്ഷെ ഒരു കാര്യം ഞാൻ നാദര പറയാം, ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് ഞാൻ അഭിപ്രായം പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അവിടെ വന്നിട്ട് പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഉരുകിനെക്കാട്ടിലും നല്ലതല്ലേ ഞാൻ പറയുന്നത്. ഞങ്ങൾ കുറച്ച് ഉരുകിക്കോട്ടെ, ഞങ്ങൾക്കത് വിഷയമില്ല. ഉപദേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുമല്ലോ, മനസ്സിലായി. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പുറത്ത് മേടിച്ച് കഴിച്ചോണ്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണോ അപ്പൊ നാദരക്ക് തരാൻ തോന്നുന്നില്ല, ഉദ്ദേശമില്ല തരാൻ. പക്ഷെ ഇത് ആയില്ല, ഇനിയുണ്ട് കുറച്ച് ഭക്ഷണം. ഞാൻ വാവിട്ട് ചോദിച്ചിട്ട് പോലും തരാൻ മനസ്സിലാത്ത നടക്കും. ഇത് ഉണ്ടാക്കി തീരട്ടെ എന്ന് വെച്ചിട്ടാ. നാദരക്ക് എന്തോ ഒരു ഭയം, ഒരു കോൺഫിഡൻസ് കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഞങ്ങൾ ഫുൾ കോൺഫിഡൻസിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടല്ല ഒന്നാ. അതെ, നമുക്കൊന്നാണ് സർക്കാർ പറയുന്നത്. ഇത് ഭക്ഷണത്തിന്റെ റിയാലിറ്റി ഷോയാ. അതുണ്ടാക്കും ഞങ്ങള്. ഇതൊരു സർക്കാരിനൊരു വെല്ലുവിളിയാണ്. ഓക്കെ, നിക്കണോ പോണോ? ഞങ്ങൾ ഉണ്ടാക്കിട്ട് വിളിക്കാം. എന്തായാലും അപ്സരയ്ക്ക് ആദ്യത്തെ തരും. ഞങ്ങൾ നിന്നിട്ട് കാര്യമില്ല, ഇപ്പൊ നിന്നിട്ട് കാര്യമില്ല, ഉണ്ടാക്കി തുടങ്ങി. ഡിഷ് കംപ്ലീറ്റ് ആകുമ്പോ തരാം. ഇതായിട്ടില്ല. യെസ് പ്ലീസ്. ബ്രെഡ് ഉണ്ട്, എന്താ കൊണ്ടുപോക്കോളൂ. ഞാൻ ചോദിച്ചിട്ടല്ല ഷെഫ്. അഭിമാനം കെട്ടി മേടിക്കുന്നതല്ല ഞങ്ങള്. ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ വാങ്ങി തരട്ടെ. കുക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൈ കൊള്ളാതെ നോക്കുക. തിളച്ച എണ്ണയാണ്. കൈ പൊള്ളിയാലും സ്വന്തം കൈ പേര് പൊള്ളരുത്. പറയരുത്. അല്ല, സ്വന്തം കൈ പൊള്ളരുത്. അടുത്ത് നിൽക്കുന്ന കൈ പൊള്ളിയാലും കുഴപ്പമില്ല. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ബ്രെഡ് ക്രംസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതെ, ഒന്നുപോലും പാളി പോയിട്ടില്ല എന്നുള്ള വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം പാളി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാണിക്കാനും പോകുന്നില്ല. അതെ, പാളി പോയത് ഞങ്ങൾ കമ്പനിക്ക് ഉള്ളതാണത്. അതെ, ഞങ്ങൾ കഴിച്ച ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം. ആദ്യം ഇവള് കഴിക്കും. ഇവൾക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. മിക്കവാറും ഇതേനെ കഴിക്കേണ്ടി വരും. ദിവസം പൊട്ടിപ്പോയത്. ഓക്കെ, ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതൊക്കെ
യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഫിംഗേഴ്സ് നമ്മൾ തീർത്തിരിക്കുവാണ്. നിസ്സാര സമയം മതിയായിരുന്നു. 10 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 5 മിനിറ്റിന്റെ ആവശ്യം അത്രയല്ല, അത് കുറച്ച് കൂടുതലായതുകൊണ്ട് 10 മിനിറ്റ് എടുത്തു എന്നേ ഉള്ളൂ. മറ്റേ ഫുഡ് ഉണ്ടാക്കാൻ അധികം ടൈം ഉണ്ട്. അതിന് മുമ്പുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം സെറ്റ് ആക്കാനുള്ള, അതിന് കുറച്ച് ടൈം വേണം. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത കുറേ അധികം ഒരു സ്പെഷ്യാലിറ്റി പാചകം മാത്രമല്ല, ഇതിനൊരു വാചകവും കൂടി ഉണ്ട്. അത് നമ്മൾ എന്താണെന്ന് ഷെഫിന്റെ അടുത്ത് പോയിട്ട് പറയാം. നമുക്ക് അവിടെ കാണാം. എന്തായാലും ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. താണിച്ചിട്ടൊക്കെ വരിക. ഇതാണ് പെണ്ണ്. ഒന്ന് റെസിപ്പിയൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് നാദർ പറയുന്നതായിരിക്കും. അത്രയും വേണ്ട. അത് വേണ്ട. ചോറ് വേണോ? ചോറ് റെസിപ്പി പറയാം. ഇത് ഭയങ്കര 100 രൂപയുടെ ചെലവ് പോലും ഇല്ലാത്തൊരു വസ്തുവാണ്. കാരണം ബ്രെഡും മുട്ടയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൊടികളും. ഒരു പാക്കറ്റ് ബ്രെഡ് എത്ര രൂപ? അയ്യോ അതാണ് ഇത്. ഒരു പാക്കറ്റ് ബ്രെഡ് 55 രൂപ സാർ. അല്ല വസ്തുവല്ല സാർ 55 രൂപ. അല്ല എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സാധനം കൊണ്ടുവച്ചു അല്ലേ, ഞാൻ ചോദിച്ചു 100 രൂപ ചെലവുള്ളത് ചോദിച്ചോ? ഇല്ല, പ്രാസത്തിൽ പറയാനായിട്ട് ഇത് കോമഡി ഷോ ആണോ? അല്ല അല്ലേ, നമ്മൾ സീരിയസ് ആയിട്ടൊരു ഡിഷ് ചെയ്യുന്നു, ജനങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നു, അവരിതിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഉണ്ട് മനസ്സിലാക്കിയിട്ട് അവർ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നു, അടിയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യും. അതല്ലേ വേണ്ടത്? ശരിയല്ലേ? അല്ലേ? കറക്റ്റ്. ആദ്യം നമുക്ക് റെസിപ്പി പറയാം. റെസിപ്പി ബ്രെഡ് പിന്നെ മുട്ട, ഈ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മറ്റേ വറ്റൽ മുളക്, ഉപ്പ്, ചിക്കൻ മസാല. ഇത് എത്ര ബീറ്റ് ചെയ്ത് 2 മുട്ട, ബ്രെഡില് 2 മുട്ട, ബ്രെഡ് ക്രംസ്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾ ടീമാടും. ബ്രെഡിൽ ബീറ്റ് ചെയ്തിട്ട് ബ്രെഡ് കട്ട് ചെയ്യണം. അല്ല ബ്രെഡിലല്ല, ബ്രെഡ് മാറ്റി വെച്ചോ. ബ്രെഡ് 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് നേരത്തെ ബീറ്റ് ചെയ്തതിൽ മുക്കിയിട്ട്. വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്? ആദ്യം വന്നാൽ പറയാം, വീട്ടിലെ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ്? ചിക്കൻ മസാല എല്ലാം ഉണ്ടാവുന്നുള്ളൂ. പിന്നെ വറ്റൽ മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതാണ് അബദ്ധം തോന്നുന്നു. ഉള്ള കാര്യം പറയണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു. ചേച്ചി കേൾക്കാം. അല്ല മീന ചേച്ചി ഇതിനകത്ത് കാര്യം എന്ന് പറയുന്നത്, ഇവരിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ പെർഫെക്ഷൻ, അത് അവർ ആ ഫിനിഷ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ്, ഇതാ അനീഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. പറയാതിരിക്കാം. സോസിൽ മുക്കി കഴിച്ചു നോക്കണേ. സോസിൽ മുക്കി ഒരിക്കലും കഴിക്കും. കഴിച്ചു നോക്കണേ. അതിൻ്റെ ടേസ്റ്റ് പോയില്ലേ? പിന്നൊരു ഇതൊന്നും മിണ്ടാതിരിക്കാവൂ. പറയട്ടെ, ജയിച്ചിരിക്കുവാണ്, തോപ്പിക്കല്ലേ. അല്ല ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പക്ഷെ അത് പൊടിയാതെ ശ്രദ്ധിച്ച് നമുക്ക് വേറെ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആദ്യം എടുത്ത 3 ബ്രെഡ് തന്നെ നമ്മൾ ചെയ്തു വെച്ചു എന്നുള്ളതാണ്. പൊടിയാതെ ശ്രദ്ധിച്ചു. കാരണം ഇത് മുട്ടയും മുക്കുമ്പോഴും പൊടിയും. നമുക്ക് അധികം സമയം വേണ്ടി ഇത് ഉണ്ടാക്കാം, പക്ഷെ ആ കുറച്ച് സമയം മതിയെങ്കിലും നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ വേണം. ടേസ്റ്റ് നല്ലതെന്നല്ലേ അല്ലേ? ശരിയല്ലേ? അത്യാവശ്യം മാത്രമല്ല, നമുക്കിങ്ങനെ ഇതൊന്നും കഴിക്കാനായിട്ട് ഇതേണൊക്കെ ഒരു ഡിപ്പിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും ഒരു ഹെൽത്ത് ഒക്കെ നോക്കുന്ന വ്യക്തിത്വം എന്ന രീതിയിൽ വിഷ്ണു മനസ്സിലാക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ബ്രെഡ് ഒരു ഹെൽത്തി ഫുഡല്ല. പിന്നെ അതിനകത്ത് മുട്ടയൊക്കെ ചേരുമ്പം ഇറ്റ് ഈസ് ഫൈൻ, നമുക്ക് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, പാക്കറ്റ്, അതായത് കെച്ചപ്പ്, സാഷേസ്. നമ്മൾ താങ്കളുടെ ജിമ്മിൽ എഴുതി വെക്കേണ്ട ഒറ്റ വാക്കാണ്, ഇഫ് ദ നേച്ചർ ഡിഡിൻറ്റ് മേക്ക് ഇറ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ്. ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ഇഫ് ദ നേച്ചർ ഡിഡിൻറ്റ് മേക്ക് ഇറ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ്. അപ്പോൾ തന്നെ നമ്മൾ ഹെൽത്തി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലേ? അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കട്ടെ. നമ്മളിപ്പോ ഹോട്ടൽസിലൊക്കെ പോകുമ്പോ ഇങ്ങനെ എഴുതി ഡെക്കറേഷൻ ഫുൾ വിഷ്ണു കേട്ടോ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവർ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കൃത്യമായ സത്യസന്ധമായ
ഒരു വിവരണം കിട്ടും അല്ലേ? അല്ല, എനിക്കതിനകത്തൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞാണ് ഒരു ക്ലാസ് ടീച്ചർ, മലയാളം ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. എനിക്ക് എൻ്റെ ജോലി അറിയാവുന്നേ ഉള്ളൂ. അതിനകത്ത് ഞാൻ പറയുന്ന സജഷൻസും കമൻസും പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നാദിറ, താങ്ക് യു സോ മച്ച്, ദാറ്റ് വാസ് നൈസ്. വിഷ്ണു നൈസ്. ക്രിസ് ബ്രദർ, ഇതാണൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ വരട്ടെ. അവർക്കൊരു ഇൻഫർമേഷൻ ആയിരിക്കും, നമുക്കും അല്ലേ? അതല്ലാണ്ട് ഓൾഡ് സ്കൂൾ തന്നെ വേണമെന്നുമില്ല, പുതിയ സാധനങ്ങളും ഒക്കെ ട്രൈ ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെ തന്നെ ഒരുപാട് കിഡിലോസ്കി സാധനങ്ങളുണ്ട്, അത് പൊളിക്കാം ഓരോരോ എപ്പിസോഡുകളിൽ അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡൈനിലേക്ക് കിങ് ആ. താങ്ക് യു. അപ്പൊ ഇനി എന്താ ബ്രേക്ക്. ബ്രേക്ക്? ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വെൽക്കം ബാക്ക് ടു മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. പരീക്ഷ എഴുതി, പരീക്ഷണം കഴിഞ്ഞു, ഇനി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും. റിസൾട്ട് പറയട്ടെ? നമുക്ക് ആദ്യം സെക്കൻഡ് പ്രൈസ് പറഞ്ഞാലോ? മതി. ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് 24 മാർക്കാണ് കേട്ടോ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ സ്കോർ ഫസ്റ്റ് പ്രൈസിന് 24 ആണ്. ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് സെക്കൻഡ് വന്നിട്ട് 23. അപ്പൊ 23 ആദ്യം പറയട്ടെ. സെക്കൻഡ് പ്രൈസ് goes to വീണ ചേച്ചി, നവീൻ ചേട്ടൻ അല്ല, നാദിറ ആൻഡ് വിഷ്ണു. സാധാരണ ഇവർ എപ്പോഴും ഒരു ടോം ആൻഡ് ജെറി മാതിരിയാണ്. ഇപ്പോഴാണ് ഇവർ ഇത്ര ഒരു ഐക്യം കാണുന്നത്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പരസ്പരം ട്രോളൊന്നും മാതിരി നിങ്ങൾക്ക് മിൽമ നൽകുന്നു. മിൽമ പ്രോഡക്ട്സ് ആണ്. മിൽമ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുകയാണ് സ്നേഹ സമ്മാനം. അത് നിങ്ങളുടെ പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. മാത്രം ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം, പക്ഷെ അതിനിത് സമ്മാനം കിട്ടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാടില്ല. അയ്യോ, അടുത്ത അദ്ദേഹത്തിന്റെ കാണിക്കാം. ശരി, അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ദയവ് ചെയ്ത് ഇത്രയും ആഘോഷം പാടില്ല. ആഘോഷങ്ങൾ തീർന്നോ? എന്റെ പക്ഷെ വേറൊരു കാര്യം പറയാം, ഈ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ ഉറപ്പായിട്ട് ഇതിനെക്കാളും ആഘോഷിക്കുന്ന ആൾക്കാരാ. ആണോ? ഉറപ്പാണ്. കാരണം ബാക്കി 3 ടീമിനും പ്രതീക്ഷയുണ്ട്. സത്യം. അതുകൊണ്ട് 3 പേര് ഇവിടെ ഇരിക്കുകയാണ്. കാരണം ബാക്കിയുള്ളത് സ്കോർ എത്രയെന്ന് പറഞ്ഞു? 24. അപ്പൊ 8 കൊടുത്തിരിക്കുന്നത്. പക്ഷെ വേറൊരു ട്വിസ്റ്റ് കൂടി പറയട്ടെ. തേർഡ് പൊസിഷനും ഫോർത്ത് പൊസിഷനും ഉള്ളവർക്ക് രണ്ടുപേർക്കും ഒരേ സെയിം മാർക്കാ 21. അപ്പൊ അത്ര ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. സോ ഫസ്റ്റ് പറയട്ടെ. ഇനി ഒന്ന് പറഞ്ഞോ. എനിക്കെന്തൊരു ടെൻഷൻ പറയാൻ. പറയട്ടെ. ഞങ്ങൾക്ക് ഇപ്പൊ ടെൻഷൻ കൂടി. ബിപി എവിടെ ചേച്ചിയാ ടീം? സമ്മാനമാണ്. ഫിറായുടെ സമ്മാനം ഏറ്റുവാങ്ങാൻ വരും. 1ാം സമ്മാനക്കാർ. പക്ഷെ നല്ല കാര്യമായിട്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉള്ള സമ്മാനമാണ്. മുട്ടുപൊടിയൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. നൽകുന്ന സമ്മാനമാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ യമുന ചേച്ചിക്കും ദീപൻ ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. ഭയങ്കര സന്തോഷം. കാരണം ഒന്ന് യമുന ചേച്ചി ഞാൻ തമ്മിൽ എന്തോ അത് ഒരു സിങ്ക് ഉണ്ട് ഭയങ്കര. അത് എന്തോ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് വന്നു. രണ്ടാമത് നമ്മളവിടെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഫണ്ടും ഒരുപാട് ലാഫ്റ്റർ മൊമെന്റ്സും ഉണ്ട്. അപ്പം അത് അവസാനം എന്തോ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു സന്തോഷവും സ്നേഹവും വളരെ പോസിറ്റീവായിട്ട് വന്നത് അറിഞ്ഞത് വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. അല്ല, പിന്നെ അത് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കാര്യം, ഈ നവരത്ന ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം.
അപ്പൊ ഭയങ്കര അതെ. അല്ല ആ എള്ളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ ഈ പീരീഡ്സ് ടൈമിലൊക്കെ കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ചേച്ചി കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എടാ നീ ഇത് ശ്രദ്ധിച്ചിരിക്കും, ഞാൻ വീട്ടിൽ ആമിക്കും മോൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്, അതിന് ഇത് ഭയങ്കര ഹെൽത്ത്, ചേച്ചി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം ആ ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടാക്കുന്ന സാധനത്തിന് അത് തീർച്ചയായിട്ടും ചേച്ചി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് വന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പാചകത്തെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, ധാരാളം അറിവുകളും പകരുന്ന ഒരു ഷോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കളിയുണ്ട്, ചിരിയുണ്ട്, തമാശകളുണ്ട്, അറിവും ചേർത്താണ് ഞങ്ങൾ സമ്മാനിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാകുമെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ മിൽമ പ്രസന്റ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ ഇന്ന് യാത്ര പറഞ്ഞു പോകാനുള്ള സമയമായി. ഇനി നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം. ഫസ്റ്റ് കിട്ടിയ ഇവരോടൊപ്പം. നമുക്ക് ഇങ്ങനെ പോവാം. കേറാം. തട്ടും മുട്ടും മോഹം മുട്ടും തട്ടും ദാഹം നോക്കി നിന്നാൽ കണ്ണും കണ്ണും പിടിവിടും കാലം പെണ്ണായാൽ കണ്ണിലുണ്ട് താളം പെണ്ണിന്റെ നടക്ക് താളം പെൺപൂവിൻ ഇതളിലുണ്ട് താളം പെൺമോഹം അഴക് തഴുകും താളം ചിരിപ്പു താളം നടപ്പു താളം പെൺവഴക്കടിച്ചാൽ അതും താളം പെൺമോടിയ മനസ്സും മറക്കും താളം പെണ്ണോടിടയും മുളതപ താളം Crockery partner Minolta, Asian healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.